ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, എവർ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ നേട്ടം ലഭിച്ച മണ്ഡലമാണ് വടക്കാഞ്ചേരി. 4 റെയിൽവേ മേൽപ്പാലങ്ങളാണ് മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലുള്ളത്. കോട്ടൂർ വേലുക്കുട്ടി റെയിൽവേ മേൽപ്പാലം റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതിയായി. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. മാരാത്തൂന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അമല സമാന്തര റെയിൽവേ മേൽപ്പാലത്തിനായി RBDCക്ക് തയ്യാറാക്കിയ GADയുടെ നിലവിലെ പുരോഗതി വ്യക്തമാക്കാമോ? വടക്കാഞ്ചേരി ബൈപ്പാസിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല GAD തയ്യാറാക്കിയ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ എന്നതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഈ ആർഒബികളുടെ നിർമ്മാണത്തിൽ നമുക്കറിയാം, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിലൂടെ ലഭ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് കേരള സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ. സർ, അതിലേറ്റവും നല്ല പരിഗണന ലഭിച്ച ഒരു മണ്ഡലമാണ് വടക്കഞ്ചേരി നിയോജക മണ്ഡലം. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആ മണ്ഡലത്തിൽ സാധ്യമാക്കുന്നുണ്ട്. അമല ROBയുടെ നിർമ്മാണത്തിനായി ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് തയ്യാറാക്കുകയും അത് അംഗീകാരത്തിനായി റെയിൽവേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് അംഗീകാരം ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സാർ. അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം KRDCLനെ ഏൽപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് ഉള്ളത് സാർ. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ KRDCLനെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു.